പലതരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നുണ്ട്. ഒരാളുടെ സന്ദേശം 35 MLA മാർ മാത്രമാണ് LDF ഉള്ളത്. കേരളത്തിൽ നിന്ന് അടുത്ത 5 വർഷത്തേക്ക് ഈ നിലയ്ക്കാണെങ്കിൽ രാജ്യസഭയിലേക്ക് ഒരാളെ പോലും വിടാൻ LDF കഴിയില്ല. CPM-ന്റെ കാലാവധി തീരുന്ന ഒരാളും രണ്ടാമതെത്തില്ല. പുതിയ ഒരാളെ അവിടേക്ക് സംഭാവന ചെയ്യാനും കഴിയില്ല. പക്ഷേ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും, 36ലേക്ക് എത്തും എന്ന്. ഇന്നത്തെ ഈ 3 മണിക്കൂർ നാടകത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ഇതല്ല, ഈ 3 പേരിൽ ആരാണെന്ന് തീരുമാനിച്ചാൽ പോരെ. ഇതിനകത്ത് എന്തിനാണ് ഈ വീണ്ടും ചർച്ചകൾ? ഒന്നാമത്തെ കാര്യം, ഒരാൾ അതിൽ വരാൻ പാടില്ലായിരുന്നു. രണ്ടാമത്തെ ആൾക്ക് ഒരു അവസരം ഉണ്ടായിരുന്നു, അദ്ദേഹം തോറ്റതാണ്. മൂന്നാമത്തെ ഒരാൾ സ്വാഭാവികമായിട്ടുള്ള നേതാവാണ്. അത് എല്ലാവർക്കും അറിയാമായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. എങ്ങാനും ഇനി VD സതീശൻ അല്ല മുഖ്യമന്ത്രി എന്നിവർ തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ സന്തോഷിക്കാൻ പോകുന്നത് ചില സമുദായ നേതാക്കന്മാരാണ്. അത് ശാസ്ത്രമംഗലത്ത് ഒരു സ്കൂളിൽ കുട്ടികൾ അകത്തേക്ക് കയറ്റാനും കുട്ടികളെ പുറത്തേക്ക് അയക്കാനും വേണ്ടി മണിയടിക്കുന്ന ഒരു തസ്തികയിലുള്ള ഒരു ജോലിക്കാരനുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം അതിന് മുമ്പ് ആ ജോലി കിട്ടുന്നതിന് മുമ്പ് MG കോളേജിലെ അധ്യാപകർക്ക് ചായ പാർന്നു കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണോ ഇന്ന് കേരളത്തിലെ വലിയ സമുദായ നേതാക്കൾ എന്നുള്ളത് കേരളത്തിലെ ജനത അറിയേണ്ട കാര്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടി എനിക്ക് ഉന്നയിക്കാനുള്ളത് എൻ്റെ സംശയമാണ് കേട്ടോ. ഈ പറയുന്ന MP ആയി നിൽക്കുകയും MLA അല്ലാതാവുകയും നിൽക്കുന്ന ഒരു മൂന്നാമതൊരു വ്യക്തി ഇപ്പോൾ ഒന്ന് മത്സരിച്ചാൽ കേരളം 2 ബൈ ഇലക്ഷനിലേക്ക് പോകണ്ടേ? ഒന്ന് പാർലമെൻറ്റ്, ആലപ്പുഴ പാർലമെൻറ്റിലേക്ക് ബൈ ഇലക്ഷൻ വേണം. പിന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അടിമയുടെ അസംബ്ലി മണ്ഡലത്തിൽ ഇലക്ഷൻ വേണം. അവിടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കേരള ജനങ്ങൾ ഇയാളെ ജയിപ്പിക്കുന്നുള്ളത് എന്താണ് ഉറപ്പുള്ളത്? എന്ത് കോൺഫിഡൻസ് ആണുള്ളത്? ഒരിക്കലും വിജയിക്കില്ല എന്ന് കണ്ടിട്ടുള്ള CPM കോട്ടകൾ, ഇടതുപക്ഷ കോട്ടകളിൽ കോൺഗ്രസ്സുകാർ 20,000-ഉം 30,000-ഉം ഭൂരിപക്ഷം നേടി ജയിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. സമൂഹം മാറുന്നത് ഈ വിവരദോഷികളായ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നില്ല. മാനോ മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ.